ബോക്സിങ്, കിക്ക് ബോക്സിങ്. അപ്പം എങ്ങനെയാണ് ഇതിനകത്തേക്കൊരു കമ്പം വരാൻ തുടങ്ങിയത്? ഞാൻ പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അത്ലറ്റിക്സ്, ഫിറ്റ്നസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്ലറ്റിക്സ് മെയിൻ ആയിരുന്നു. സ്കൂളിൽ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. സ്പോർട്സിൻ്റെ അകത്ത് എല്ലാ സ്പോർട്സിനും അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാർഷൽ ആർട്സ് ആയിരുന്നാലും ശരി, ഒരു ഗെയിം ആയിരുന്നു. കാരണം ഞാൻ BPA ഉം MBA ഉം പഠിച്ചൊരു വ്യക്തിയാണ്. BSc പഠിച്ചു കഴിഞ്ഞു, മാത്സ് പഠിച്ചു കഴിഞ്ഞു. MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ MSc മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആർമിയിലോട്ട് സെലക്ഷൻ കിട്ടുന്നത്. ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് ഞാൻ ആർമിയിലോട്ട് പോകുന്നത്. ഞാൻ അതിനുശേഷമാണ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ BPA ഉം MBA ഉം ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ ഡിസിപ്ലിൻ ആയിരുന്നാലും ശരി തന്നെ, നമുക്ക് എന്താ പറയുന്നത്, നമ്മളുടെ ഫോക്കസ്, അതുപോലെ തന്നെ മെൻ്റൽ സ്റ്റെബിലിറ്റി. ഞാൻ കണ്ടിടത്തോളം കാലം നോക്കിയെടുത്തോളം മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ഒരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം സ്പോർട്സ് എന്ന് പറയുന്നത്. എന്ത് വിഷമം ഉണ്ടെങ്കിലും, എന്താ സ്ട്രെസ്സിലിരുന്നാലും ശരി തന്നെ, കുറച്ച് സമയം ഒരു പ്രാക്ടീസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ഫിറ്റ്നസ്സുമായിട്ടൊന്നും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറും.